ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫുൾ ഡേ ആണ്. ജോലിയൊക്കെ ഉള്ള ദിവസം തന്നെയാണ് കേട്ടോ. എന്നാലും നല്ല നാടൻ ലഞ്ച് പ്രിപ്പറേഷൻസും പിന്നെ കുറച്ച് ക്ലീനിങ്ങും അതുപോലെ ഫാമിലി ടൈമും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു എനർജറ്റിക് വീഡിയോ ആയിരിക്കും. ഞാനും നല്ല എനർജി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കും ആ ഒരു എനർജി പകർന്നു തരാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ തലേ ദിവസത്തെ ടു ഡു ലിസ്റ്റ് ഞാൻ ചെക്ക് ചെയ്യാൻ വിട്ടുപോയി. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുമായിരുന്നു എന്തൊക്കെയൊന്ന് റെഡി ആയിട്ടുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുകയാണ്. അപ്പം രാവിലത്തെ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ജോലിയൊക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും നമ്മൾ കിച്ചണിലോട്ട് വരുന്നതാണ് ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുന്നേയിട്ട് ഞാൻ ഒന്ന് വാക്യൂം ചെയ്ത് വിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് തുടയ്ക്കാത്തൊരു ദിവസമായിരുന്നു. അപ്പം കുറച്ച് നാളായി. അപ്പം ഈ ഒരു സംഭവം ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ക്ലീനിങ്ങും കൂടി ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അതിനെ വാക്യൂം സ്റ്റാർട്ട് ചെയ്ത് വിട്ടാൽ കുറേയും കൂടിയൊക്കെ പൊടിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു മടി വരും കേട്ടോ. നമ്മളൊരു ന്യൂസ് പേപ്പറൊക്കെ വിരിച്ചിട്ട് അതിനകത്ത് കളക്ട് ചെയ്തിട്ടുള്ള ഡസ്റ്റും മുടിയും ലിൻറ്റും എല്ലാം ഒന്ന് മാറ്റി പിന്നെ ന്യൂസ് പേപ്പറിൽ എടുത്തിട്ട് അത് നമ്മൾ കൊണ്ടുകളയണം. പിന്നെ കുറച്ച് പൊടിയൊക്കെ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ വെള്ളമൊന്നും യൂസ് ചെയ്യരുത്. ടിഷ്യോ എന്തെങ്കിലും തുണിയൊക്കെ വെച്ചിട്ട് പൊടിയൊക്കെ നമ്മൾ എടുക്കണം. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം അതിൻ്റെ പണി അത് ചെയ്തോളും. അപ്പം കുറച്ച് വാക്യൂമിംഗ് ഒക്കെ നടക്കട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ വറുത്തെടുക്കുകയാണ്. അപ്പോൾ പാവയ്ക്കക്കറിയാണ്, വറുത്തരച്ച പാവയ്ക്കക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ മുന്നത്തെ വ്ളോഗിൽ കാണിച്ചിരുന്നില്ലേ, പാവയ്ക്ക ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ട് പിന്നെ വയ്യാണ്ടായിട്ട് ഞാൻ എടുത്തു വെച്ചത്. അപ്പോൾ ആ പാവയ്ക്ക എടുത്തിട്ട് ഞാൻ വറുത്തരച്ച കറി ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ തേങ്ങ നമ്മൾ വറുത്തെടുക്കുന്നതിൽ തന്നെ മുളക് പൊടിയൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൽ ഉള്ളിയും വേപ്പിലൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം എന്നിട്ട് പാകത്തിന് മൊരിയിച്ചെടുക്കുക. അപ്പം വെക്കാവുന്ന കറികളിൽ പെട്ട ഒരു കറിയാണ് വറുത്തരച്ച പാവയ്ക്കക്കറി എന്ന് പറയുന്നത്. നല്ല ഷെൽഫ് ലൈഫ് ഉണ്ട് കേട്ടോ. നമുക്കൊരു 3-4 ദിവസത്തിന് തന്നെ സുഖമായിട്ട് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. അപ്പം നമുക്ക് ആവശ്യാനുസരണം കറി സെറ്റാക്കി വെക്കാൻ നല്ല എളുപ്പമാണ്. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് തേങ്ങ വറുത്തതും പിന്നെ നമ്മൾ പുളിയും കൂടി ചേർക്കുന്നതായതുകൊണ്ട് കറിക്ക് ഒന്നും തന്നെ ആവില്ല. അപ്പം പിന്നെ ഇവിടെ ആണെങ്കിൽ നല്ല ഇഷ്ടമാണ് പാവയ്ക്കക്കറി. അപ്പം പിന്നെ എനിക്ക് ഉണ്ടാക്കാനുള്ളൊരു മടി കൊണ്ടാണ് കേട്ടോ. തേങ്ങയൊക്കെ വറുത്തെടുക്കണം, പുളി ചേർക്കണം, അങ്ങനത്തെ കുറച്ച് പണിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ തേങ്ങയൊക്കെ നമ്മൾ വറുത്ത് സെറ്റാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇനിയിപ്പം വറുത്തിട്ട് നമുക്ക് അരച്ചും ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെയാണെങ്കിൽ പിറ്റേ ദിവസം ജസ്റ്റ് പാവയ്ക്ക വേവിച്ചിട്ട് ഇതങ്ങ് അരപ്പങ്ങ് ചേർത്താൽ മതിയല്ലോ. അപ്പോൾ പ്രിപ്പ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു കറിയും കൂടിയാണ്. അതുപോലെ നമുക്ക് എടുത്ത് വെച്ചിട്ട് അടുത്ത ദിവസം സുഖമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയൊരു കറിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതാ വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അന്ന് ഞാനൊന്ന് അരച്ചെടുക്കുകയാണ്. പിന്നെ കുറച്ച് പാത്രങ്ങൾ അപ്പം തന്നെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. പൊതുവേ എനിക്ക് മടിയാണ് കുക്കിങ്ങിൻ്റെ ഇടയിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അതൊരു നല്ലൊരു ശീലമായതുകൊണ്ട് ഞാനതൊന്ന് ട്രൈ ചെയ്യുകയാണ്. പിന്നെ ഇതാ നെല്ലിക്ക ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. ഇത് പൊതുവേ ഞാൻ അങ്ങനെ ഉണ്ടാക്കാത്തൊരു സംഭവമാണ്. അപ്പോൾ ഞാനിതൊരു റെസിപ്പി കണ്ടിട്ട് ട്രൈ ചെയ്താണ്. നല്ല ഇഷ്ടമായി വീട്ടിൽ. അതുകൊണ്ട് തന്നെ ഇതൊരു സ്ഥിരം റെസിപ്പി ആക്കാൻ നല്ല പ്ലാനുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ നെല്ലിക്ക ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ വേണ്ടത് ഉള്ളി, പച്ചമുളക്, വേപ്പില, ഇഞ്ചി. അപ്പം നെല്ലിക്ക ആദ്യം തന്നെ ഇഞ്ചിയും ഉള്ളിയൊക്കെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. കാരണം ലാസ്റ്റത്തേന് നിന്നാലും നെല്ലിക്ക ചിലപ്പോൾ നമുക്ക് അരച്ച് കിട്ടില്ല. അപ്പം ഒരു 2-3 നെല്ലിക്ക ഇച്ചിരി അധികം ചമ്മന്തി ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ നമുക്കിത് ആ ചെറിയ ജാറിലാണെങ്കിലും കറക്റ്റായിട്ട് അരഞ്ഞ് കിട്ടുക. അതിനുശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ പച്ചമുളകും ഉണ്ട് കേട്ടോ ചേർത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് അരച്ചെടുക്കാം. നല്ല അടിപൊളി ചമ്മന്തിയായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു വീട്ടിൽ. പിന്നെ ഇച്ചിരി അധികം ഉണ്ടെങ്കിലും നമുക്ക് അതെടുത്ത് വെച്ചിട്ട് അടുത്ത ദിവസമൊക്കെ സുഖമായിട്ട് കൂട്ടാം കേട്ടോ. ഇപ്പോൾ ഇവിടെ പാവയ്ക്ക ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്.
അപ്പോൾ പുളി അരിച്ചെടുത്ത വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ പാവയ്ക്ക വേവിക്കുന്നത്. അപ്പോൾ മാക്സിമം കയ്പ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഇവിടെ പാവയ്ക്കയ്ക്ക് നല്ല കയ്പ്പുള്ള പാവയ്ക്കക്കറി അത്ര ഇഷ്ടമല്ല, പക്ഷെ എന്നാലും എന്തായാലും പാവയ്ക്കയ്ക്ക് കയ്പ്പുണ്ടാവും. പിന്നെ എന്താ, നമ്മൾ വറുത്ത് വെച്ച ആ ഒരു സംഭവമില്ലേ, അത് ചൂടാറിയതിന് ശേഷം അരച്ചെടുത്തിട്ട് നമ്മൾ താളിച്ചിടുക, അത്രയേ ഉള്ളൂ പാവയ്ക്കക്കറി. ഇതിലിപ്പോൾ ഞാൻ ചെയ്തപ്പം അരപ്പ് നല്ല മഷി പോലെ അരഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം പിന്നെ ഞാൻ വലിയ മൈൻഡ് കൊടുത്തില്ല, അങ്ങനെയായിരുന്നെങ്കിലും നല്ല തന്നെയായിരുന്നു. സമയം ഇച്ചിരി കുറവുണ്ടായിരുന്നു, അപ്പം ഞാൻ അങ്ങോട്ട് സെറ്റാക്കി എടുക്കുകയായിരുന്നു. ശരിക്കും നല്ലപോലെ അരയുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ടിരിക്കും. പിന്നെ കടുകും ഉണക്കമുളകും ഒക്കെ ഇട്ട് താളിച്ചിടുകയാണ്. വേണമെങ്കിൽ നമുക്കിതിൽ ഉള്ളിയും കൂടി അരിഞ്ഞിട്ടിട്ട് താളിക്കുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും, വേപ്പിലയും കൂടിയൊക്കെ ചേർത്തിട്ട്. അങ്ങനെ നമ്മുടെ പാവയ്ക്കക്കറി സെറ്റായിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ എനിക്ക് പണി ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല മടി തോന്നലുണ്ട് കേട്ടോ. പക്ഷേ മൈൻഡ് നല്ല പോസിറ്റീവ് ആണെങ്കിൽ പണിയെടുക്കാൻ ഒരു മടി, എത്ര പണിയുണ്ടെങ്കിലും നല്ലൊരു ഉഷാറാണ്. അപ്പം എൻ്റെ പേഴ്സണൽ കാര്യം അങ്ങനെയാണ്. അപ്പം നമ്മളെപ്പോഴും മൈൻഡ് സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുന്നത്. അതിന് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ മാക്സിമം നമ്മൾ വീട്ടിലെന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അതൊക്കെ ഒന്ന് സോൾവ് ആക്കുക. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് ശേഷം നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഊണിന് പാവയ്ക്കക്കറി, കായ മെഴുക്കുവരട്ടി, പിന്നെ ചിക്കൻ ഫ്രൈ നമ്മൾ പാരഗണിയിൽ നിന്ന് ഓർഡർ ചെയ്തതിൽ ബാക്കിയുള്ളതാണ് കേട്ടോ. അതും ചമ്മന്തിയും ഒക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളി ലഞ്ചായിരുന്നു. ലഞ്ചിന് ശേഷം ഞാൻ വീണ്ടും വർക്കിനിരുന്നു. ഒരു 3-3:15 വരെയൊക്കെ പിന്നെ കുറച്ച് നേരമൊക്കെ ഇരിക്കും. പിന്നെ ഒരു പവർ നാപ്പ് പറ്റുവാണെങ്കിൽ, ഒത്തിരി ജോലിയില്ലെങ്കിൽ എന്തായാലും ഒരു പവർ നാപ്പ് എടുക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേനും മോള് സ്കൂളിൽ നിന്ന് വരും. ഒരു 3:30 ആകുമ്പോഴത്തേനും മോള് വരും. അതിന് ശേഷമാണ് ഒരു 4 മണിയാകുമ്പോഴത്തേനാണ് മോൻ സ്കൂളിൽ വിട്ട് വരുന്നത്. പിന്നെ ഇപ്പം ബാസ്കറ്റ് കോച്ചിങ് ഉള്ളതുകൊണ്ട് 5:15 മോൻ പിന്നെയും ലേറ്റാവും. അപ്പം അപ്പോഴത്തേനുമൊക്കെ ചായയൊക്കെ സെറ്റാക്കും. പിന്നെ പറ്റുമെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ആക്കാൻ വേണ്ടി നോക്കും. ഇപ്പം മോൻ്റെ കറൻറ്റ് ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ എഗ് പഫ്സ് ആണ് കേട്ടോ. പണ്ട് തീരെ പഫ്സ് ചിക്കൻ പഫ്സ് അല്ലാതെ കഴിക്കില്ല. പക്ഷെ ഇപ്പം എഗ് പഫ്സ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. നമ്മൾ വാങ്ങിക്കുന്നതാണെങ്കിൽ കൂടിയും എന്തോ എനിക്ക് ഒരു എഗ്ഗിൻ്റെ ഹാഫ് ചെല്ലുമല്ലോ എന്ന് ഓർത്തിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ പറ്റുന്ന സമയത്തൊക്കെ വാങ്ങിച്ചു കൊടുക്കലുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ വീട്ടിൽ തന്നെയുള്ള സ്നാക്സ് അവരൊന്ന് ഇഷ്ടപ്പെടുത്തിയെടുക്കണം. അതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ മാറ്റി ട്രൈ ചെയ്താലാണല്ലോ അവർക്കും ഇഷ്ടമാവുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ പല റെസിപ്പീസൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മോൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും ഇഷ്ടമുള്ളൊരു വീട്ടിലത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഈ ക്യാരംസ് കളിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഒത്തിരി സ്ക്രീൻ ടൈം ആയപ്പോൾ ഞാൻ തന്നെയാണ് അതിൻ്റെ സ്റ്റാൻഡും എല്ലാം എടുത്തിട്ട് സെറ്റാക്കി വെച്ചു. അതെടുത്ത് ബോർഡെടുത്ത് മടക്കി വെക്കുന്ന പരിപാടിയില്ല. അപ്പോൾ എപ്പം വേണമെങ്കിലും നമുക്കെടുത്ത് കളിക്കാമല്ലോ. അപ്പം അങ്ങനെ കുട്ടികൾക്ക് സംഭവങ്ങൾ അവൈലബിൾ ആണെങ്കിൽ അവരെടുത്ത് കളിക്കും. അതേപോലെ തന്നെയാണ് ബുക്സ്. അവർ റീഡ് ചെയ്യണില്ല എന്ന് പരാതി പറയുന്ന സമയത്ത് അവർക്ക് അവരുടെ പോകുന്ന വഴിയിലും അവരിരിക്കുന്ന സ്പെൻഡ് ചെയ്യുന്ന സ്ഥലങ്ങളിലും ഒക്കെ ബുക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ അവരെടുത്തത് വായിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു ക്യാരംസ് കളി സ്ക്രീൻ ടൈം കുറയ്ക്കാൻ വേണ്ടി കുറച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ ഇനി ചായ പരിപാടിയാണ്. അപ്പോൾ ഇന്നത്തെ ചായക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഉണ്ടയില്ലേ, നമ്മൾ നട്ട്സൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന അരിയുണ്ടയും പിന്നെ 2 വെജ് കട്ട്ലറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അരിയുണ്ട എൻ്റെ ഉമ്മ ഉണ്ടാക്കി തന്നതാണ് കേട്ടോ. അപ്പം അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ കൂടുതലും ഞാനും മോളുമാണ് കഴിച്ചത്. മോൻ ഒരെണ്ണം കഴിച്ചിട്ട് അവൻ അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നും പറഞ്ഞ് പിന്നെ അധികം കഴിച്ചില്ല. അപ്പോൾ പിന്നെ ഞാൻ ഓരോ ദിവസമായിട്ട് ഞാനും മോളും തന്നെയാണ് അത് കഴിച്ച് തീർത്തത്. വീണ്ടും കുറച്ച് നേരം കൂടി ജോലി ഉണ്ടായിരുന്നു. ഒരു 5:30-6 ഒക്കെ ആകുമ്പോഴത്തേനും എന്തായാലും ജോലി അവസാനിപ്പിക്കും. അതിനുശേഷം എനിക്ക് കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുതിയ ലിക്വിഡ് ഡിറ്റർജൻറ്റ് ടൈഡിൻ്റെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങി. അപ്പോൾ സാധാരണ സോപ്പ് പൊടിയാണ് യൂസ് ചെയ്യുക. പക്ഷേ കുറച്ച് തിരക്കുള്ള സമയത്തൊക്കെ എനിക്ക് ഈ ലിക്വിഡ് ഡിറ്റർജൻ്റ് ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ട്. അപ്പോൾ ഞാനതങ്ങനെ യൂസ് ചെയ്യലുണ്ട് കേട്ടോ. രണ്ടും എടുത്ത് വയ്ക്കും. സമയമുള്ള സമയത്ത് സോപ്പ് പൊടി യൂസ് ചെയ്യും. പിന്നെ കുറച്ച് ലൈറ്റ് തുണികൾ, കുറച്ച് നല്ല തുണികളൊക്കെ തോന്നുമ്പോൾ ഞാൻ ചിലപ്പോൾ ലിക്വിഡ് ഡിറ്റർജൻറ്റ് യൂസ് ചെയ്യും. പിന്നെ കംഫർട്ടും യൂസ് ചെയ്യും.
പിന്നെ വൈകുന്നേരം എന്തായാലും കുറച്ചും കൂടി പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടാവും. കുട്ടികളുടെ ലഞ്ച് ബോക്സും ചായ കഴിച്ച പാത്രവും അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ റോബോൻ്റെ ക്ലീനിങ് ഓരോ റൂമിലായിട്ട് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുവിധം അത് ഫിനിഷ് ആകുമ്പോഴത്തേനും അത്യാവശ്യം ഒന്ന് നല്ലൊരു ക്ലീൻ ഫീല് കിട്ടും കേട്ടോ. പിന്നെ അത് എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായാലും ഒക്കെ നമ്മളിങ്ങനെ മാറ്റിയൊക്കെ കൊടുക്കണം. അത്രയേ ഉള്ളൂ. ബാക്കി അതിൻ്റെ പണി അത് കറക്റ്റായിട്ട് ചെയ്തോളും. പിന്നെ ഇന്ന് എക്സ്ട്രാ ക്ലീനിങ്ങിന് ഈ ഒരു കൗണ്ടറാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. എപ്പോഴും അവിടെ കുറച്ച് എക്സ്ട്രാ ഫ്രൂട്ട്സ് ഉണ്ടാവും. പിന്നെയെന്ന് പറഞ്ഞാൽ അസുഖത്തിൻ്റെ സീസൺ ആയിരുന്നല്ലോ, അപ്പോൾ ഒരു ട്രേ നിറച്ച് മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ഫ്രൂട്ട്സ് പഴയത് എന്തെങ്കിലുമൊക്കെ മോശമായിട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി ആ ഫ്രൂട്ട്സിൻ്റെ താഴെ കുറച്ച് അഴുക്കൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് തുടച്ച് ഈ ഒരു കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലിയർ ചെയ്യാൻ കേട്ടോ. കാര്യം ഇവിടെ ഒന്ന് ക്ലീൻ ആയിട്ടിരുന്നാൽ തന്നെ ആ ഒരു ഡൈനിങ് ഏരിയയ്ക്ക് നല്ലൊരു വ്യത്യാസം വരലുണ്ട്. ഇവിടെ മെസ്സി ആയിട്ടിരുന്നാൽ ഡൈനിങ് റൂമും മെസ്സിയായി പോവാറുണ്ട്. അപ്പോൾ അടുത്തത് ആസ് യൂഷ്വൽ നമ്മുടെ ബാൽക്കണി കുറച്ചൊന്ന് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു, ഒന്ന് അടിച്ചിടാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ചെടി പരിപാലനമുണ്ടല്ലോ ഡെയിലി ഇപ്പോൾ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചത് ഒരു ചെടി കുറേ ചട്ടികൾ എനിക്ക് ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പറ്റുന്ന പോലെ ഓരോന്നൊക്കെ ഈസി ആയിട്ടുള്ള പ്ലാന്റ്സൊക്കെ വെച്ചൊന്ന് ഫില്ലാക്കാം. അപ്പോൾ ഞാനിന്നൊരു ഒരു പ്ലാന്റ് ഒന്ന് റീപ്ലാന്റ് ചെയ്യണം. അതിൽ നിന്നൊരു കുറച്ച് കട്ടിങ് എടുത്തിട്ട് വേറെ ഒന്നിലേക്ക് നടില്ലേ, അപ്പോൾ അത് ചെയ്യാണ് കേട്ടോ. അതിന് മുന്നേ ഒന്ന് നല്ലപോലെ ഒന്ന് അടിച്ചിടണം. അത്യാവശ്യം മണ്ണും പൊടിയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ഒന്ന് അടിച്ചിട്ടതിന് ശേഷം നമ്മുടെ പ്ലാന്റിങ് പരിപാടികളാണ്. പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് വെറുതെ നിൽക്കാമെന്ന് വിചാരിച്ചു. ഈ ബാൽക്കണിയിൽ വന്നത് ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് നല്ല കാറ്റായിരിക്കും ഈ ഒരു ടൈമിൽ. പിന്നെ ഒരു ഇളം വെയിലും ഉണ്ടാവും. ഇതെല്ലാം നമുക്ക് നല്ലത് തന്നെയാണല്ലോ. അപ്പം കുറച്ച് നേരം അവിടെ നിന്നാൽ അവിടെ ഇങ്ങനെ വണ്ടികൾ പോകുന്നത് കാണാൻ പറ്റും. പിന്നെ അപ്പുറത്തെ ബാൽക്കണിയിലെ ചെടികൾ, നല്ലൊരു വ്യൂ ആണ് അവിടെ നിന്ന്. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം ഇങ്ങനെ നിൽക്കും. ചിലപ്പോൾ ഒരു ചെയർ ഇട്ടിട്ട് അവിടെ ഇരുന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടൈമാണ് കേട്ടോ അത്. അടുത്ത പരിപാടി ഫ്രിഡ്ജ് ക്ലീനിങ് ആണ്. ഹോൾ ഫ്രിഡ്ജൊന്നും ക്ലീൻ ചെയ്യുന്നില്ല, ഒരു തട്ട് ജസ്റ്റ് ക്ലീൻ ചെയ്യുന്നുള്ളൂ. അതിനുള്ള സമയമുള്ളൂ എനിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത്രയും. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഒരു തട്ടിലെ ആ ഒരു ഷീറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി ആവശ്യമില്ലാത്തതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ക്ലീൻ ചെയ്തു. ബാക്കി ഇനി അടുത്ത ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും മോൻ കുറേ നേരമായി വിളിക്കുന്നു ക്യാരംസ് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു 2-3 ഗെയിമെങ്കിലും അവൻ കളിപ്പിക്കും. പക്ഷെ എന്നാലും ഞാനും പയ്യെ എൻജോയ് ചെയ്യും കേട്ടോ. എപ്പോഴും ഞാനാണ് തൂക്കുക, കാരണം അവനതിൽ എക്സ്പേർട്ടാണ്. എന്നാലും എനിക്കിഷ്ടമാണ്. കുറച്ചൊക്കെ നമ്മൾ ചെയ്യും, എന്നാലും ഇങ്ങനെ ബാക്ക് ഇടാനൊന്നും എനിക്കറിയത്തില്ല. അപ്പം അവൻ കറക്റ്റ് പറഞ്ഞു തരും, ഇവിടെ ഇങ്ങോട്ട് എയിം ചെയ്താൽ കറക്റ്റ് നമുക്ക് ഇടാൻ പറ്റുന്നൊക്കെ. ഞാനൊരു 2-3 ചാൻസൊക്കെ തരും കേട്ടോ. അതിലൊക്കെ ആയിരിക്കും ഞാനിടുന്നത്. എന്നാലും ഫൺ ടൈമാണ് ശരിക്കും. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ പണി സൈഡ് ബൈ സൈഡ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഡിന്നറൊക്കെ കഴിക്കണം. പിന്നെ ക്ലീനിങ്, അതൊക്കെയാണ് ബാക്കിയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇതിന് ശേഷം ഷൂട്ടിങ്ങൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ആ ഒരു ദിവസത്തെ കാര്യങ്ങൾ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ദിവസമായിരുന്നു കേട്ടോ. നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു. അപ്പം നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മടിയാണെങ്കിൽ ഹാർട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്മൈലി ഇട്ടേക്കണേ.